ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ്. ഞാനിന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ആയിട്ടാണ്. അമൃതം പൊടി വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. വീട്ടിൽ അമൃതം പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ഇതാ മേലിൽ ലിങ്ക് വരുന്നുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൊടുക്കാം. അപ്പോൾ അത് കൊടുത്തപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമൃതം പൊടി വെച്ച് തയ്യാറാക്കാൻ പറ്റിയ എന്തെങ്കിലും ഐറ്റം ഇടാവുന്നു. അപ്പോൾ ഇതാ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് ഉണ്ടാക്കിയ ഹോം മെയ്ഡ് അമൃതം പൊടിയാണ്. ഇതൊന്ന് ചൂടാക്കി എടുത്തത് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ്. ഞാനിവിടെ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അമൃതം പൊടി വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഈ പഞ്ചസാര ഈ പാലിലൊന്ന് അലിയിച്ചെടുക്കാം. പഞ്ചസാര അങ്ങനെ പാലിൽ അലിയിച്ചെടുത്തിട്ടുണ്ട്. പാലിൻ്റെ അളവ് ഒരുപാട് പാലൊന്നും എടുക്കണ്ട, ഒരു 3-4 ടേബിൾ സ്പൂൺ പാലെടുത്താൽ മതി. അതിലോട്ടാണ് ഈ പഞ്ചസാര അലിയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇതിലോട്ട് ബ്രെഡ് അങ്ങനെ ഇട്ട് കൊടുക്കുക, ഒന്ന് ചീന്തിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ചൂടാക്കി വെച്ച അമൃതം പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ പഞ്ചസാര കലക്കിയെടുത്ത പാല് അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. അത്ര വലിയ പ്രശ്നമില്ല, കൈമയൊന്നും ഒരുപാട് ഒട്ടിപ്പിടിക്കുന്ന കൂട്ടത്തിലല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇതിവിടെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇവിടെ ചെറിയ ഉരുളകളാക്കാണ്. കയ്യിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാത്ത കാരണം തന്നെ നമുക്ക് വേഗം ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അമൃതം പൊടി കുറുക്കായിട്ടൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. കുറച്ചും കൂടി ഇത് ഹെൽത്തി ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് മേടിക്കുമ്പോൾ ഗോതമ്പിൻ്റെ ബ്രെഡ് തന്നെ മേടിക്കുക. എന്നിട്ട് ഇത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഇങ്ങനെ 2 ഷേപ്പിലായിട്ട് ഞാനിത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഞാനിവിടെ ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് നമ്മൾ എടുത്തായിരുന്ന വെളിച്ചെണ്ണയും നെയ്യും കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലോട്ട് ഒഴിച്ചിട്ട് ചൂടാക്കാണ്. ഇപ്പോൾ ഏകദേശം ചൂടായിട്ട് വരുന്നുണ്ട്. തീ എപ്പോഴും ലോ ഫ്ലെയിമിലിടണം, കാരണം നമ്മൾ പാല് ചേർത്തേക്കണ കാരണം പെട്ടെന്ന് ഇതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് ഇത് മൊരിയിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നമുക്കിതിഞ്ഞ് മറിച്ചിടാം. പൊടി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. 4 മണിക്കൊക്കെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്കും അവർക്ക് ഇഷ്ടാവും. അതിൻ്റെ ഒരു മധുരം, പഞ്ചസാര കുറവ് ഉപയോഗിച്ചാൽ മതി. ബ്രെഡിലൊക്കെ കുറച്ച് മധുരം ഉള്ളതാണ്. ഇങ്ങനെ 2 സൈഡും നമുക്ക് മൊരിയിച്ചെടുക്കാം. അങ്ങനെ ഒരു സെറ്റ് ഇവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇടാം നമുക്ക്. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, ആ കാര്യം എപ്പോഴും ഓർക്കണം. കാരണം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ ഇത് പെട്ടെന്ന് പുറം ഭാഗം കളറ് മാറും, ബ്രെഡും പാലൊക്കെ ഉള്ള കാരണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ അപ്പോൾ പെട്ടെന്ന് പുറം ഭാഗം കരിയും. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, കുറച്ച് ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. അങ്ങനെയാണ് ഇത് ഉണ്ടാവുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് പകർത്താണ്. അങ്ങനെ നമ്മുടെ അമൃതം പൊടിൻ്റെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമൃതം പൊടി വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കിട്ടുമെങ്കിൽ ഈ ഒരു ഐറ്റം, ഈ ഒരു സ്നാക്സ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെസിപ്പി ഞാൻ ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, എനിക്കറിയണതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ എടുത്തിടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും ഉണ്ട്. ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ്. താങ്ക് യു.